വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയതിനു ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് സപ്പോർട്ട് എടുത്ത് പലതവണ സപ്പോർട്ട് എടുത്ത് ഓരോ തവണയും മുകളിലോട്ട് പോയി ഓരോ ഇമ്പോർട്ടന്റ് ആയ ഏരിയയിൽ നിന്ന് തിരിച്ചിറങ്ങി വീണ്ടും പലതവണ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. സോ ഇന്നലത്തെയും അനാലിസിസ് നോക്കുന്ന സമയത്ത് ആക്യുറസി ലെവൽ വളരെ കൂടുതലാണ്. ഏറെക്കുറെ 100%ന്റെ അത്ര ആക്യുറസി ലെവൽ ഉണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് പോവാം. ഇന്നത്തെ നോക്കുന്ന സമയത്ത് കാണാം മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒരു FEG ഉണ്ടായിരുന്നു, FEGയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ അടുത്ത മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട്. ഇനിയിപ്പോ ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ ഈ ലെവൽ വരെ എത്താനും സാധ്യതയുണ്ട്. അപ്പൊ അത്രയും മുകളിലോട്ടുണ്ട്. ഇനി താഴോട്ടേക്ക് വീണ്ടും നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു FEGയിലേക്ക് എത്താൻ, ഇവിടെയാണ് ഒരു FEG കിടക്കുന്ന FEGയിലേക്ക് എത്താനും ഒരു സാധ്യത ഉണ്ട്. അത്രയും വലിയ വീഴ്ച വരുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഈ FEGയിൽ നിന്ന് തന്നെ ഒരുപക്ഷെ ഇന്ന് സപ്പോർട്ട് എടുത്ത FEGയിൽ നിന്ന് തന്നെ മാർക്കറ്റ് ചിലപ്പോൾ മുകളിലോട്ട് പോകാനായിരിക്കും കൂടുതൽ സാധ്യത. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. അത് ഏറ്റവും താഴെയുള്ള സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ 101,265 ആൻഡ് 102,608. ഇതിൽ 103,338 ആൻഡ് 104,128 ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ഏരിയ 105,807 ആൻഡ് 106,557. അടുത്തത് 107,722 ആൻഡ് 108,532. പിന്നെ അതിന്റെ മുകളിലുള്ള ഒരു ഹൈ ഉണ്ട്. ഇതൊരു സിംഗ് ഹൈ ആണ്. സിംഗ് ഹൈയുടെ 109,026 ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് ട്രാവൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിൽ നല്ലൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. സോ ഇവിടേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് വരാം. ചെറുതായിട്ടായിരിക്കും മിക്കവാറും വരുന്നുണ്ടാവുക. അതായത് ഈ ലെവലിലേക്ക് വീണ്ടും ഈ ലെവലിലേക്ക് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തും. ഈ ഒരു ഏരിയനെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഹൈകൾ ഈ ഒരു ഹൈയിലും അല്ലെങ്കിൽ ഈ ഇതിന്റെ തൊട്ട് മുകളിലുള്ള ഹൈ വരെയൊക്കെ മാർക്കറ്റ് വരാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ വെക്കാം നമുക്ക്. ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിലേക്ക് ആയിരിക്കും മിക്കവാറും വരാൻ സാധ്യത ഉള്ളത്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പറയുന്നത് താഴെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം ഒരു FEG ഉണ്ടായിരുന്നു. ആ FEGയിലേക്ക് ഒരുപക്ഷെ വരാനുള്ള സാധ്യത ഉണ്ട്. ഈ ലൈനിന്റെ താഴോട്ടേക്ക് ഒരു FEG ഉണ്ട്. ആ ലൈനും ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് തന്നെ പോവാം. അതൊന്ന് നോട്ട് ചെയ്തേണ്ടതാണ്. ഇതിലും പോവാം, ഈ പറഞ്ഞ മുകളിലുള്ള ഏരിയയിലേക്കും പോവാം. ഈ പറഞ്ഞ ഏരിയകളിലൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കണം നിർബന്ധപൂർവ്വം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ, ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ ലെവലിൽ എത്തിയതിനു ശേഷം, അതായത് ഈ ഒരു സ്വിംഗ് ഹൈയിലേക്ക് എത്തിയതിനു ശേഷം ചിലപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ഒരു പുൾ ബാക്കിലേക്ക് വരാം. ഇവിടേക്ക് എവിടേക്കെങ്കിലും പുൾ ബാക്കിലേക്ക് വന്നിട്ട് ഒരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് വളരെ വലിയൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മുകളിലോട്ട്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ് കോയിനിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ
ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.